ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും കടന്നു വരും. പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ അള്ളാഹു ഒരു മനുഷ്യനെയും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല. അത് പല ആളുകൾക്കും പല അളവിലായിരിക്കും എന്ന് മാത്രം. അത് അള്ളാഹു ഒരു മനുഷ്യനോടുള്ള വെറുപ്പിന്റെ അടയാളമല്ല. ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചത് പരലോകമാണ്. ഇവിടെ ആകെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മാ ബൈന സിത്തീന വസബഈൻ 60-70 കൊല്ലത്തിൽ ചെറിയൊരു കാലയളവ് മാത്രം. പക്ഷേ എത്ര ലക്ഷം കോടി വർഷം ജീവിച്ചാലും തീരാത്തൊരു സ്വർഗമാണ് യഥാർത്ഥ ലൈഫ്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സുഖം വേണ്ടത്. ഇവിടെ സുഖം കിട്ടിയാൽ അതൊരു ബെനിഫിറ്റാണെന്ന് മാത്രം. പക്ഷെ ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും പല അളവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു പരീക്ഷിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുഖത്തിൽ ജീവിക്കേണ്ടിയിരുന്നു. പക്ഷെ ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യതീമാക്കി അള്ളാഹു. ബാപ്പ മരിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാപ്പാനെ കണ്ടിട്ടില്ല, ബാപ്പാന്ന് വിളിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരു 6 വയസ്സായപ്പോഴേക്കും ഉമ്മി മരിച്ചു. ഏട്ടന്മാരില്ല, അനിയന്മാരില്ല, പെങ്ങന്മാരില്ല, ആ വീട്ടിൽ ഞാൻ ആരുമില്ല. വല്യാപ്പയാണ് വളർത്തുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വല്യാപ്പയും മരിച്ചു. പിന്നെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആരാന്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്? എളാപ്പാന്റെ വീട്ടിൽ. നമ്മൾ എളാപ്പാന്റെ വീട്ടിലാണ് വളരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യം കിട്ടുക? ഇനി വഹി കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുഖത്തിലും സ്വസ്ഥതയിലും സൗകര്യത്തിലും ഒന്ന് കടന്നുറങ്ങിയിട്ടുണ്ടോ? എത്രയെത്ര പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും മാത്രം റസൂല് പോയത്. ഇത് റസൂലുള്ളാഹിന്റെ മാത്രം പ്രത്യേകത. ഉലുൽ അസ്മിൽപ്പെട്ട ഓരോ അമ്പിയാക്കളെ എടുത്തു നോക്കി നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിച്ച സമയത്ത് ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഫിർഔന്റെ ആളുകൾ വന്ന് കൊല്ലും എന്ന് പേടിച്ചിട്ട് ആ നദിയിലൂടെ ഒഴുക്കിവിട്ട് അവിടുന്ന് തുടങ്ങാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ. ആ ഇസ്രായേൽ സമൂഹം, വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിനെ കൊണ്ട് മൂസാ നബി പരീക്ഷിക്കപ്പെട്ടു ഇഷ്ടം പോലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇവരല്ല അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവൻ അവന് ഖൈറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാ അസ്വാബത്തുഹു സറ, ഒരു അനുഗ്രഹം, ഒരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം അവന്റെ ജീവിതത്തിൽ വന്നാൽ ഷക്കർ, ആ സുഖം അവന് കിട്ടിയെന്ന് മാത്രമല്ല അത് പരലോകത്തേക്ക് അസറ്റാക്കി അവൻ മാറ്റി അതിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ട്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സുഖങ്ങളുണ്ട്. ഈ സുഖങ്ങൾ നമ്മൾ ബോധേടല്ല.
കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ നമ്മൾ ഭയങ്കര പ്രയാസമായി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണമെന്നാണ്. ഇത്രയും കാലം കണ്ണിന് കാഴ്ച തന്നിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നും കാണിക്കാനില്ല. ഇതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ എത്ര ലക്ഷം കൊടുക്കാൻ നമ്മൾ തയ്യാറാ? കാഴ്ച അള്ളാഹ് നിലനിർത്തിയെങ്കിലോ ഒരു 5000 രൂപ പോലും സ്വതക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലേക്ക് പൈസ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കൽ തലവേദന ഉണ്ടായാൽ മതി, നമ്മൾ ഭയങ്കര പ്രയാസമാണ്. എത്രയോ കോംപ്ലിക്കേറ്റഡാണ് നമ്മളെ തലച്ചോറ്. അതൊരു തലവേദന ഇല്ലാതെ അങ്ങനെ അള്ളാഹ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മൾ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കണില്ല, അതിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണില്ല. ചില അനുഗ്രഹങ്ങൾ മനുഷ്യന്മാർ മനസ്സിലാക്കുക, ആ അനുഗ്രഹം എന്നോട് മാറ്റിക്കുമ്പോഴാണ്. അപ്പോഴേ നിലയും വലിയ അറിയുള്ളൂ ആ സാധനത്തിന്റെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല രീതിയിൽ പരീക്ഷിക്കും. അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയാൽ ആ അനുഗ്രഹം അവന് ദുനിയാവിലും കിട്ടി, അതിന് അവൻ നന്ദി കാണിച്ചു, അത് പരലോകത്തേക്ക് ഒരു സമ്പാദ്യമാക്കി അവൻ മാറ്റിവെച്ചു. ഫക്കാന ഖൈറുല്ല, അതവന് ഖൈറാണ്. വഇൻ അസാബത്തുഹു ളറ, ഇനി അള്ളാഹു അവന്റെ മേൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, സ്വബർ, അത് അവൻ ക്ഷമിക്കും, അതും ഒരു പരലോകത്ത് സമ്പാദ്യമാക്കി അവൻ മാറ്റും. അപ്പൊ പരലോകത്തേക്ക് എപ്പോഴും വിശ്വാസിക്ക് സമ്പാദ്യം, ഇത് വിശ്വാസികൾക്കേ കിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾ പരലോകത്തേക്ക് ഇത് സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയില്ല. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എന്തായാലും വരും. ഈ പരീക്ഷണങ്ങളെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ഭാര്യയായിരിക്കണം എന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക, നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവിനെ ആയിരിക്കണം എന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ആരോഗ്യാവസ്ഥ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ബാധ്യതകൾ, ഉത്തരവാദിത്തം തലയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര പണിയെടുത്തിട്ടും ഒരു മെച്ചമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എന്നും ബുദ്ധിമുട്ടായി ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കണോ, അതോ നമ്മുടെ മാനസികാവസ്ഥ, ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ മതിയോ? നമ്മൾ മാനസികാവസ്ഥ മാറ്റുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ബുദ്ധിമുട്ടാണോ ജീവിതത്തിൽ നമുക്ക് വിധിച്ചിട്ടുള്ളത്, അത് എന്തായാലും വരും, അത് വരാക്കൂല. അതിനോട് പോസിറ്റീവായി നമ്മൾ നിലപാട് സ്വീകരിക്കണമെന്ന് വിശ്വാസികൾ അങ്ങനെ സ്വീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലലുകളും അലട്ടുകളും ഒക്കെ വരുമ്പോൾ അത് പ്രശ്നമായി എടുക്കുന്നില്ല. ഡോണ്ട് ടേക്ക് പ്രോബ്ലംസ് ആസ് പ്രോബ്ലംസ്. പ്രശ്നങ്ങളെ പ്രശ്നമായി മാത്രം കരുതരുത്, ബട്ട് ടേക്ക് ആസ് എ ചാലഞ്ച്, ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാം. എന്റെ കഴിവുകളെ പുറത്തേക്കെടുക്കാനുള്ള ഒരു വെല്ലുവിളിയായിട്ട്. നമുക്ക് സുഖസൗകര്യങ്ങൾ കിട്ടിയാൽ നമ്മളെ കഴിവുകളൊന്നും പുറത്തേക്ക് വരില്ല, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരണം. ഇപ്പോ സ്ഥിരമായ ഒരു ഡ്രൈവറുള്ള ഒരു മുതലാളി, അയാൾ വണ്ടി തന്നെ ഓടിക്കണില്ലായിരിക്കാം, അയാൾക്ക് എന്ത് കഴിവുണ്ടാകുക? വണ്ടി ഓടിക്കുമ്പോഴല്ലേ ഡ്രൈവിങ്ങിന്റെ കഴിവുണ്ടാവുള്ളൂ. ഏതൊരു കാര്യവും സുഖസൗകര്യങ്ങളിലല്ല, പരാജയത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ പാഠം പഠിക്കാണ്ടാകാം. അപ്പൊ ജീവിതത്തിൽ പല തരത്തിൽ അള്ളാഹു പരീക്ഷിക്കും. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഭയമിട്ടുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. പേടിച്ചാൽ എന്താണ്? നമ്മൾ ഈമാൻ നഷ്ടപ്പെടും. NRC ഒക്കെ വന്ന സമയത്ത് നമുക്ക് പേടിയാണ്, ഇവിടുന്ന് പൗരത്വം നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യാം? പേടിയിട്ട് തരും അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ പട്ടിണി ഇട്ട് തരും. അതുപോലെ നഖ്സി മിനൽ അംവാൽ, നമുക്ക് അള്ളാഹു തന്ന സമ്പത്ത്, ബിസിനസ്സൊക്കെ പോയി, നമ്മളെ ജോലി നഷ്ടപ്പെട്ടു, കയ്യിലുണ്ടായിരുന്ന സമ്പത്തൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുത്തും അള്ളാഹു. എന്താണ് അവന്റെ ഈമാൻ എന്നറിയാൻ വേണ്ടിയിട്ട്. വൽ അൻഫുസ്, നമുക്ക് കിട്ടിയ ഒന്നുകിൽ നമ്മുടെ ആരോഗ്യമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളാകട്ടെ, നമ്മളിൽ ഇങ്ങനെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ബാപ്പ ജീവിച്ചിരിക്കെ ഓരോ മക്കൾ അങ്ങനെ മരിച്ചു പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലാതെ മുഴുവൻ മക്കളും, നമുക്ക് എത്ര വേദന ഉണ്ടാവും. നമുക്കൊരു 6 മക്കളുണ്ടെന്ന് വിചാരിക്കാം, അതിലൊരു മകൻ മരിക്കുന്നു, സംഭവിക്കാം. കുറച്ച് കഴിയുമ്പോൾ 2ാമത്തെ കുട്ടി മരിക്കുന്നു, എന്താപ്പത്? കുറച്ച് കഴിയുമ്പോൾ 3ാമത്തെ മരിക്കുന്നു, 4ാമത്തെ മരിക്കുന്നു, 5ാമത്തെ മരിക്കുന്നു. തളരൂലേ പലരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് അങ്ങനെ നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നില്ല. ഇബ്രാഹിം മരിച്ച സമയത്ത് റസൂൽ ഒന്ന് പടഞ്ഞു. കാരണം എന്റെ പിതാവായ ഇബ്രാഹിം നബിയെ പോലെ ഒരു ഇബ്രാഹിമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് മകന് ഇബ്രാഹിം എന്ന് പേരിട്ട് കൊടുത്ത്, എന്റെ കാലശേഷം ഈ ദഅവത്ത് ഏറ്റെടുക്കണം, ഇബ്രാഹിം നബിയെ പോലെ ഒരു ആൺകുട്ടിയെ നബിക്ക് ആകെ. ഖാസിമും ഇബ്രാഹിമും. ഖാസിം മരിച്ചു,
ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടിയിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. അതും കൂടി വെച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സൊന്ന് പെടഞ്ഞിട്ടുണ്ട് സംഭവം. അപ്പോൾ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരീക്ഷിച്ചു. അവിടെ ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അവിടെ സന്തോഷ വാർത്ത. ഈ ക്ഷമ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ക്ഷമ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പല തിന്മയിലേക്കും പോകുന്നത്. ഉദാഹരണം, പലിശയ്ക്ക് മനുഷ്യൻ പോകുന്നത് എന്തുകൊണ്ടാണ്? പലിശ 100% അത് തെറ്റാണ്, ഹറാമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എത്ര ആളുകൾ പലിശയായിട്ട് ഇടപഴകുന്നുണ്ട്? എപ്പോഴാ ഒരു മനുഷ്യൻ പലിശക്ക് പൈസ വാങ്ങുക? എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പലിശക്ക് പൈസ വാങ്ങുമോ? ഇല്ലല്ലോ. പലിശ ഹറാമാന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പലിശന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ പൈസ അല്ല, പക്ഷെ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആവശ്യവുമില്ല. അപ്പൊ ഞാൻ പലിശക്ക് പൈസ വാങ്ങുമോ? അപ്പോഴും ഞാൻ വാങ്ങൂല. എന്റെ കയ്യിൽ പൈസ അല്ല, എനിക്ക് ആവശ്യങ്ങളുണ്ട്, എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, അപ്പോൾ ഞാൻ പലിശക്ക് പൈസ വാങ്ങൂല. പിന്നെ ഞാൻ എപ്പോഴാ പലിശക്ക് പോവാന്നറിയോ? എനിക്ക് ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എന്റെ കയ്യിൽ പൈസ അല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ആ സമയത്ത് എന്റെ മുമ്പിൽ ഒറ്റ മാർഗമുള്ളൂ, പലിശക്ക് പൈസ വാങ്ങാം. അവിടെ അള്ളാഹ് പറഞ്ഞേ പലിശ ഹറാമാണ്, തൊടാൻ പറ്റൂല. ഞാൻ എന്താ ചെയ്യാം? ഫബശ്ശിരി സ്വാബിരി, ക്ഷമ കൈക്കൊള്ള. അള്ളാഹ് എന്തേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അയക്കങ്ങൾ എത്തും. അത് കാത്തിക്കാൻ നമുക്ക് നേരല്ല. നമ്മളോട് ചോദിച്ചു, അജി തരുമോ പൈസ? ഞാനല്ലല്ലോ അവന്റെ റിസ്ക് ഏറ്റെടുത്ത്, അല്ലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അള്ളാഹുവിനെ അറിയാം ഒരു മനുഷ്യൻ പലിശക്ക് പൈസ വാങ്ങുന്നത് കുടുങ്ങുന്ന സമയത്തെ വാങ്ങുള്ളൂ. പൈസ കയ്യിലുണ്ടെങ്കിൽ ആരും പലിശക്ക് വാങ്ങൂല. അപ്പൊ അത്രയും പ്രയാസമുള്ള സമയത്ത് ഒരുത്തൻ പലിശക്ക് പോകുന്നുവെങ്കിൽ അവനോട് പലിശ ഹറാമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പിന്നിൽ ഒരു ഖൈർ കണ്ടിട്ടുണ്ട്. ആ പ്രയാസത്തിന്റെ മേൽ ഈ പ്രയാസം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം. ഒരു മനുഷ്യന് സാധിക്കാത്ത എന്തെങ്കിലും പ്രയാസം അള്ളാഹു തരുമോ? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് ഇങ്ങനെയാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഒരു പ്രയാസം, ഒരു ബാധ്യത അള്ളാഹു അവന്റെ മേൽ കൊടുക്കൂല. അപ്പൊ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കഴിയാത്ത ഒന്ന് അള്ളാഹു നമ്മളെ തലേക്കിട്ട് തരൂല എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുക. അത് ഖുർആനിലെ ആയത്താ. ഒരിക്കലും ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്തത് അവന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു തആല ബാധ്യത ഏൽപ്പിക്കൂല എന്നുള്ളത്. അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല തരും, അതിന്റെ കൂടെ ചിലപ്പോൾ പരീക്ഷണങ്ങളും തരും. ഈ പരീക്ഷണങ്ങൾ തരുന്ന വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്കായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നത്. അപ്പൊ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ചില ആളുകൾ നല്ല സ്വസ്ഥമായ ജീവിതമായിരിക്കും, ജമാഅത്തിനൊക്കെ പള്ളിയിലുണ്ടാവും, എല്ലാ സൽക്കർമ്മങ്ങളിലുണ്ടാവും, കാരണം വളരെ സുഖിച്ച് ജീവിക്കുകയാണ്, അപ്പോൾ ഓൽക്കൊന്നും പ്രശ്നമല്ല. പക്ഷെ അവന്റെ ജീവിതത്തിൽ പ്രയാസം പ്രതിസന്ധി വന്നാൽ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഇത്രയും നിസ്കരിച്ച് നോമ്പോറ്റ് നിസ്കാരത്തായ്മ കയറ്റി നടന്ന് കുറെ സൽക്കർമ്മങ്ങളും നാട്ടുകാരുടെ മുമ്പിലൊക്കെ നല്ല മനുഷ്യനായി ജീവിച്ച ഒരുത്തന് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസം വന്ന് അള്ളാഹു ഓനൊന്ന് പരീക്ഷിച്ചപ്പോ ഓന്റെ ഈമാനക്കാണ് പോയി. ഇങ്ങനെ ചില ആൾക്കാർ ഈമാൻ അള്ളാഹു പരീക്ഷിക്കും, അവിടെ നമ്മൾ പോകാൻ പാടില്ല. ചില ആളുകൾക്ക് പരീക്ഷണങ്ങൾ അവൻ നരകത്ത് പോകാനുള്ള കാരണങ്ങളായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുന്നത് അവർ വിനയാന്വിതരാകാൻ അല്ലെങ്കിൽ നന്നായി വരാൻ വേണ്ടിയിട്ടാണ്, മടങ്ങാൻ വേണ്ടിയിട്ടാണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, അള്ളാഹുവിന്റെ റസൂലെ നിനക്ക് മുമ്പ് പല സമൂഹങ്ങളിലേക്ക് ഞാൻ അമ്പിയാക്കളെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. അവർക്ക് ഞാൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കൊടുത്തത് അവരൊന്ന് മെരുകാൻ വേണ്ടിയിട്ടാണ്, വിനയാന്വിതരാകാനാണ്, അവരൊന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ പരലോകത്ത് കിട്ടുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്നും ചില ആളുകൾക്ക് ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ അങ്ങനെ അള്ളാഹ് കൊടുത്തോണ്ടിരിക്കും. എന്തിനറിയോ? ലഅല്ലഹും യർജിഊൻ, മടങ്ങി വരാൻ. ആ പോക്ക് ശരിയല്ല, ദീൻ വിട്ടിട്ടുള്ള അവരുടെ ജീവിത ശൈലി ശരിയല്ല. മടങ്ങി വരാൻ ചില പരീക്ഷണങ്ങൾക്ക് ജീവിതത്തിൽ കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ, യാതൊരു പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു കൾച്ചറുമായിട്ടോ ബന്ധമില്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന മകന് ക്യാൻസർ വന്നപ്പോൾ പിന്നെ മൂപ്പരാണ് പള്ളിയിലൊക്കെ വരും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പരീക്ഷണം കൊടുക്കണം. അപ്പൊ പരീക്ഷണത്തിന്റെ പിന്നിൽ ഉദ്ദേശം എന്തുമാകാം. ആ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം കൊണ്ട് മാത്രം പരീക്ഷിക്കും. ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു. ഒരു ഖൗമിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഒരു പരീക്ഷണത്തിന് വിധേയമാക്കും. അപ്പൊ ഒരു പക്ഷേ പരീക്ഷണങ്ങൾ പല നിലക്കായിരിക്കാം. ഒരു പക്ഷേ
പരലോകത്ത് നല്ലൊരു പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, അവരിഷ്ടപ്പെടുന്നുണ്ടാവും. ഓരോരുത്തർ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നല്ലൊരു പദവി കാണുന്നുണ്ട്. പക്ഷെ ആ പദവിയിലേക്ക് ഓല അമൽ സ്വാലിഹാത്ത് എത്തുന്നില്ല, ഓല ഇബാദത്തുകളോട് എത്തുന്നില്ല. ഇനി എന്ത് വേണം? അവർക്കൊരു പരീക്ഷണം ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും, പിന്നെ ജീവിതം അതിന്മേൽ കെട്ടിമറിഞ്ഞ് പ്രയാസപ്പെടും. ആ പ്രയാസങ്ങളൊക്കെ അവർ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ അവർക്ക് 10 മടങ്ങായി വർദ്ധിക്കും. ഇബാദത്തുകൾ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്, അതിന് പുറമെ അവർ ഇതൊക്കെ ക്ഷമിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിച്ച പദവിയിലേക്ക് എത്തുമ്പോൾ ഓല അള്ളാഹു കൊണ്ട് കൊണ്ടുപോകും. ജീവിതത്തിന്റെ അവസാനത്തിൽ എത്രയോ ആളുകൾ, സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾ അവസാനം നല്ല രോഗങ്ങളിൽ അകപ്പെടുന്നു. ആ രോഗങ്ങൾ അവരെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ രോഗങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് ഇബാദത്തെടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ ആ രോഗമുണ്ടാകുന്നത് വരെ അവർ ഇബാദത്തിലായിരുന്നുവെങ്കിൽ രോഗിയായ സമയത്തും അതാത് സമയങ്ങളിൽ അവർ നിർവഹിച്ച ഇബാദത്തിന്റെ കൂലി അവരുടെ മേൽ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നത് ഖൈർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചതും ഈ ഭൂമിയിലേക്ക് അയച്ചതും വ്യക്തമായൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടവരാണ് നമ്മൾ. തളരാൻ പാടില്ല, പതറാൻ പാടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച ഒരു ലൈഫേ ആയിക്കോണമെന്നില്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്നുണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ആകെ എത്ര കൊല്ലാണ് നമുക്ക് സഹിക്കാനുള്ളത്? ഈ 60-70 കൊല്ലല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ മരണല്ലേ. മരണമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആകെ ടെൻഷനിലായിരിക്കും. ഒരു മനുഷ്യന് മരണമല്ല എന്ന് വിചാരിക്കുക, മടുത്തുപോലെ ജീവിതം. മരണം എന്ന് പറയുന്ന സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു. സൂറത്ത് മുൽക്കില് 2-ാമത്തെ ആയത്തുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ശരിക്കും ആദ്യം ജീവിതമാണ്, പിന്നെയാണ് മരണം. പക്ഷെ ആ ആയത്ത് അള്ളാഹു സെറ്റാക്കി വെച്ചത് ആദ്യം മരണത്തെ മുന്നിൽ തഖ്ദീം ചെയ്തിട്ടാണ്. മരണത്തെയാണ് ആദ്യം പറഞ്ഞത്. മരണം എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുഖമില്ല, ഒരു സുഖമില്ല. നിരാശക്കാരൻ. ഇതെന്താ എടുക്ക പോവാ? ഒരു മനുഷ്യന് 1,00,000 കൊല്ലം ജീവിച്ചിട്ടും മരിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മടുത്തുപോലെ. മരണം എന്ന് പറയുന്ന സംഗതി ഉണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അതാണ് ഈ റിയൽ ലൈഫ്. അതുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹ് ആദ്യം പറഞ്ഞത് മൗത്തിനെയാണ്. ഈ മൗത്തിന് വേണ്ടിയിട്ടാണ് ഹയാത്ത് ഉണ്ടാക്കിയത്. അല്ലാതെ ഈ ഖലഖൽ മൗത വൽ ഹയാത്ത്, ഈ മൗത്തിന് വേണ്ടി അള്ളാഹു ഹയാത്ത് ഉണ്ടാക്കി. ഈ ഹയാത്ത് ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരാളെ പോലെ കൊടുത്തിട്ടില്ല. ലോകത്ത് 2 പേർക്ക് ഒരുപോലത്തെ ഹയാത്ത് അള്ളാഹു കൊടുത്തിട്ടേ ഇല്ല. ഓരോരുത്തരും യൂണിക്കാണ്. അവന്റെ കഴിവുകളിൽ, അവന്റെ അറിവുകളിൽ, അവന്റെ ആയുസ്സിൽ, അവന്റെ സാഹചര്യങ്ങളിൽ ഒക്കെ, അവന്റെ ആരോഗ്യത്തിൽ ഒക്കെ വ്യത്യസ്തരാണ് ആൾക്കാർ. വ്യത്യസ്ത അനുഭവങ്ങൾ കൊടുത്തു. എന്തിനാ അങ്ങനെ കൊടുത്തെന്നറിയാം? നമ്മളെ അവസ്ഥ ഓരോരുത്തരും അവനവന്റെ കാര്യം ആലോചിച്ച് നോക്കുക. എന്റെ ജീവിതം ഇപ്പൊ ഏത് റൂട്ട് കൂടെ പോണത്? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് എന്തൊക്കെയാണ്? എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മാതാപിതാക്കൾ, എന്റെ വീട്, എന്റെ സാമ്പത്തിക അവസ്ഥ, എന്റെ ജോലി, എന്റെ ആരോഗ്യം, എന്റെ സൗന്ദര്യം, എന്റെ പദവി, എന്റെ സമ്പത്ത് ഒക്കെ ഓരോന്നെടുത്തുള്ളൂ. ഈ ഒരു അവസ്ഥ നമുക്ക് അല്ലാഹു തന്നു. പക്ഷെ ഇതിനേക്കാൾ നല്ല അവസ്ഥ അപ്പുറത്തുണ്ട്, ഇതിനേക്കാൾ മോശമായ അവസ്ഥ അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുമുണ്ട്. എനിക്ക് ഈ ലൈഫ് തന്നെ എന്തിനറിയോ? ലി യബ്ലുവക്കും. ഇങ്ങനത്തെ ഒരു ഹയാത്ത് ഓരോരുത്തർക്കും തന്നത് ലി യബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, കിട്ടിയത് വെച്ച് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ആരാണ്? ബെസ്റ്റ് പെർഫോമർ ആരാന്നറിയാം. ഏറ്റവും നന്നായി അതിനെ പരിവർത്തിപ്പിക്കുന്നത് എന്താണ്? ഒരാൾക്ക് പണം കിട്ടി, ആ പണം കൊണ്ട് ഇഹ്സാൻ ചെയ്യുന്നത് ആരാണ്? ഒരാൾക്ക് പണം കിട്ടിയില്ല എങ്കിൽ ആ അവസ്ഥയിൽ ഇഹ്സാൻ ചെയ്യുന്നത് ആരാണ്? ആരോഗ്യം കിട്ടി, അതുകൊണ്ട് ഇഹ്സാൻ ചെയ്യുന്നത് ആരാണ്? നല്ലൊരു ഭാര്യയെ കിട്ടി, അവള് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ അതുകൊണ്ട് ഇഹ്സാൻ ചെയ്യുന്നത് ആരാണ്? അങ്ങനെ നമുക്ക് പ്രയാസങ്ങളാ വരുന്നത് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ലൈഫ് ഒരാൾക്ക് അള്ളാഹു തന്നാൽ ആ ലൈഫ് വെച്ചിട്ട് ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്? ഇതിനാണ് നമ്മളെ ലൈഫ്. അപ്പൊ നമ്മുടെ ലൈഫ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നുണ്ട്. ഇദാ അറാദ അല്ലാഹു തആല ബി അബ്ദിഹിൽ ഖൈറ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖൈറാണ് ഉദ്ദേശിച്ചത് എങ്കിൽ മെയിൻ ഖൈർ എന്താ? അവന്റെ പരലോകം സേഫാക്കുക എന്നുള്ളതാണല്ലോ ഖൈർ. അങ്ങനെ ഒരു വ്യക്തിക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട്, പരലോകത്ത് സ്വർഗം കൊടുക്കണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അജ്ജലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അവൻ ചെയ്തു കൂട്ടുന്ന ഈ തിന്മകൾക്ക് ദുനിയാവുന്നതിന് അള്ളാഹു അപ്പപ്പ ശിക്ഷ കൊടുക്കും, പ്രയാസപ്പെടുത്തും. അവൻ വിചാരിക്കാത്ത തരത്തിലായിരിക്കും അവൻ പ്രയാസങ്ങൾ ഉണ്ടാക്കുക. എന്തേ? അത് ഇന്നലെ ചെയ്തൊരു തെറ്റിനുള്ളതാണ് ഇന്ന് ഈ അടങ്ങേറാകണ. ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി, അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേറെ ചില പ്രയാസങ്ങൾക്കുള്ള കാരണം. ചെയ്യേണ്ട ചില കാര്യങ്ങൾ സമയത്തിന് ഞാൻ ചെയ്തില്ല, അത് മോശമായിപ്പോയി, അതിനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുക. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുക്കുന്ന. വൈദ അറാദ അല്ലാഹു ബി അബ്ദിഹി ശർർ, ഒരു മനുഷ്യന് ഖൈർ അള്ളാഹു ഉദ്ദേശിക്കണില്ല, ഷർറാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അവന്റെ പോക്ക് കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തീരെ ഇഷ്ടമല്ല, അവന്റെ ലൈഫ് ടോട്ടലി അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിൽ ഖൈർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അംസക അൻഹു, അവൻ ചെയ്യുന്ന തെറ്റിനൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടാൻ പോകൂല. ബിദംബിഹി, അവന്റെ പാപങ്ങളുടെ മേൽ, ഹത്താ യുവഫിയഹു ബിഹി യൗമിൽ ഖിയാമ, പരലോകത്ത് വെച്ചിട്ടാണ് അവനെ പിടിക്കുക. കാരണം ഭൂമിയിൽ നിന്ന് ചെയ്ത് കൂട്ടിയതിനൊക്കെ പരലോകത്തേക്ക് അള്ളാഹു സമ്പാദിച്ചു വെക്കും. അവൻ തോന്നിയ മാതിരി ജീവിക്കട്ടെ, അവന്റെ അക്രമങ്ങളാകട്ടെ, അനീതികളാകട്ടെ, അവന്റെ തിന്മകളാകട്ടെ, അവൻ തോന്നിയ മാതിരിയാണ് ജീവിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തിന്മകളും ചെയ്യുന്നുണ്ടാവും. ആ തിന്മകൾക്ക് നമ്മൾ തന്നെ ജീവിതത്തിൽ ഉടനെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പല തിന്മകളും ചെയ്യുന്നുണ്ട്, വീണ്ടും തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരികയാണ്. നമ്മളിങ്ങനെ പാപങ്ങൾ ചെയ്യാൻ ആരും അറിയണില്ല, എവിടെയും പിടിക്കപ്പെടുന്നില്ല, സുഖമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളോട് അള്ളാഹ്ക്ക് താല്പര്യമില്ല. ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് പരലോകത്ത് നിന്ന് തരാൻ വേണ്ടി അള്ളാഹ് കാത്തിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വന്നാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അജബൻ ലി അംരി മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഇദാ അസ്വാബത്തുഹു സറ ശക്കർ, ഒരു ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് അവന് കിട്ടിയതെങ്കിൽ അവനത് ക്ഷമിക്കുന്നു, അതവൻ നന്ദി കാണിക്കുന്നു. അവനൊരു ബുദ്ധിമുട്ടാണ് വരുന്നതെങ്കിൽ അവനതിനെ ക്ഷമിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി പ്രയാസം വന്നാലും ഇൻകല്ല വെച്ചത് ഈ ലൈഫാണ്. ഈ ബുദ്ധിമുട്ടും പ്രയാസമുള്ള രോഗിയായ മാതാപിതാക്കള്, പറഞ്ഞാൽ കേൾക്കാത്തൊരു ഭാര്യ, അതുപോലെ തന്നെ എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും കേൾക്കാത്ത മക്കൾ, ഇതൊക്കെയാണ് നമുക്ക് തന്നെന്ന് വിചാരിക്കുക. സ്വഭാവം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് സമയത്തിന് ചെയ്തണമെന്ന് മാത്രം നോക്കിയാൽ മതി. അത് ചെയ്യാത്തതിന്റെ പേരിലുള്ള ശിക്ഷയാകാം. നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും നമുക്കിങ്ങനെ കൂടിക്കൂടി വരികയെന്ന് വിചാരിക്കുക. അത് എന്താകാം? നമുക്കുള്ള പരീക്ഷണങ്ങളാകാം. സുഫിയാനു സൗരി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു, മുസീബത്ത് വന്നു. ആ മുസീബത്ത് അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ കാരണമായാൽ അതൊരു മുസീബത്തല്ല, അവനത് ഖൈറാണെന്ന്. ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹം കിട്ടിയപ്പോ അവന് അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമല്ല, അതൊരു ഫിത്നയാണെന്ന്. അത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുക. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായാൽ അത് പരീക്ഷണമാണ്, അത് നമുക്ക് ഖൈറാണ്. ആ മുസീബത്ത് വന്നത് ഖൈറാണ്. അതേസമയം നിഅമത്ത് വന്നിട്ട് നമ്മൾ അള്ളാഹുവിങ്കിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ അത് നിഅമത്തായിട്ട് കാണേണ്ട, ഫിത്നയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പൊ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വരും, വരൂല എന്നാരും വിചാരിക്കണ്ട. എല്ലാ വിശ്വാസികൾക്കും വരും, പല അളവിലായിരിക്കും വരുന്നത്. ആ സമയത്ത് തളരാതെ പതറാതെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും പേരിൽ ടെൻഷൻ അടിച്ച് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടതല്ല എന്ന ഉറച്ചൊരു മനസ്സോടുകൂടി പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഈമാനും കരുത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക നബിയിക്കൽ ഉമ്മി. നമുക്കൊരു പരീക്ഷണം ജീവിതത്തിൽ വന്നാൽ
ആ പരീക്ഷണത്തെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ വെച്ച ഖൈർ എന്താന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ അവിടെ ക്ഷമ നമ്മൾ അവലംബിക്കണം. സൂറത്ത് കഹ്ഫ് ഇന്നിപ്പോൾ പലരും ഓതിയുണ്ടാവും ഇവിടെ നേരത്തെ വന്നിരുന്നിട്ട്. സൂറത്തിൽ കഹ്ഫില് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഖിളിറും തമ്മിലുള്ള ഒരു സംഭവം, ഒരു കഥ വിവരിക്കുന്നുണ്ട്. ഖിളിർ നല്ലൊരു കപ്പലിന് ഓട്ടയാക്കുന്നു. ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ കൊല്ലുന്നു. മൂസാ നബി ചോദിക്കണം, ആരാ മൂസാ നബി? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടികളിൽപ്പെട്ട ഒരാൾ, ഏറ്റവും വലിയ വമ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാൾ, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട നബിയാണ് മൂസാ നബി. ആ മൂസാ നബിക്ക് മനസ്സിലാണില്ല എന്തിനാ ഈ പണി ചെയ്യണേ, എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നാണ് മൂസാ നബി ഖിളിറിനോട് ചോദിച്ചത്. അപ്പൊ ക്ഷമിക്കാൻ പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചോളാം എന്നാണ്. പക്ഷെ ക്ഷമ വിടുകയാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്നും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പണിയാണ് ഈ ഖിളിർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂസാ നബിന്റെ കൺട്രോൾ പോവുക, മൂസാ നബിന്റെ ക്ഷമ നഷ്ടപ്പെടുക. മൂസാ നബിന്റെ ക്ഷമയെ നഷ്ടപ്പെട്ടോ ഇന്ത്യങ്ങളെയല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ മൂസാ നബിക്ക് വന്നു. പക്ഷെ പിന്നീട് ഖിളിർ ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇതിന്റെ പിന്നിലൊക്കെ ഒരു ഖൈറുണ്ടെന്ന് മൂസാ നബിക്ക് മനസ്സിലായത്. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മൂസാ നബിക്ക് മനസ്സിലാവോ? ഇല്ലല്ലോ. അപ്പൊ ഞമ്മക്കത് പറഞ്ഞുതരാൻ ഒരു ഖിളിർ ഇല്ലല്ലോ. ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം അള്ളാഹ് നേരിട്ട് തരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചില ഖൈറുകൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മളെ ഇന്ന് പാഠം ഉൾക്കൊള്ളണ്ടേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമയുടെ ഭാര്യ, ആദ്യമായി അബുസീനിയയിലേക്ക് ഹിജ്റ പോയ കുടുംബം. അവരെ ഹിജ്റൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉമ്മു സലമന്റെ ത്യാഗം, അബൂ സലമന്റെ ത്യാഗം ഭയങ്കരമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, അത്രമാത്രം കൽബിൽ കൊണ്ടു നടന്നിരുന്ന ചങ്കായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ മരിച്ചു. ഉമ്മു സലമക്ക് സങ്കടായി. നിങ്ങളുടെ ഉമ്മു സലമ ഒരിക്കൽ പറയാണ്, മാമിൻ നബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസ് ഞാൻ മുഴുവൻ വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിം ഇല്ല, തുസീബുഹു മുസീബ, അവനൊരു ജീവിതത്തിൽ ഒരു ദുരിതം, ഒരു പ്രയാസം അവനുണ്ടായി. അങ്ങനെ പ്രയാസം ഉണ്ടായപ്പോൾ ഫയഖൂലു മാ അമറല്ലാഹ്, അള്ളാഹ് പറഞ്ഞൊരു കാര്യം അവൻ ഏറ്റെടുത്തു. വല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്ക്, ഒരു മുസീബത്ത് വന്നാൽ നമ്മൾ ഇന്നാ ലില്ലാഹി ആകെ പറയൽ എപ്പോഴറിയോ? മരിച്ചാൽ മാത്രം. ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി, അയാൾ മരിച്ചില്ല, ഇന്നാ ലില്ലാഹി എന്ന് പറയല്ലേ. ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് പറയാനുള്ളതല്ല. മുസീബത്ത് ജീവിതത്തിൽ സംഭവിച്ചാൽ പറയാനുള്ള ഒരു സംഗതിയാണ് എന്ത്? ഇന്നാ ലില്ലാഹി. ഈ സുഖവും സൗകര്യവും ഈ അനുഗ്രഹം അള്ളാഹ് തന്നതാണ്. അത് അള്ളാഹ് കുറച്ചത്തിന് തിരിച്ചെടുത്തു. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അതൊരു പക്ഷെ ഒരു മനുഷ്യന്റെ ബോഡി ആയിരിക്കാം, അവന്റെ ചില അനുഗ്രഹങ്ങളായിരിക്കാം. അപ്പൊ ഒരു അപകടം പറ്റിയാലും നമുക്ക് പറയാനുള്ള ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. അതിന്റെ അർത്ഥം ഒരാൾ മരിച്ചിടുന്നല്ല. അപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മുസ്ലിമിന് വല്ല മുസീബത്തും വന്നാൽ അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാനാണല്ലോ കാണിക്കുന്നത്. അല്ലാഹുമ്മ അജർനി മിൻ മുസീബത്തി, അല്ലാഹുവേ ഇപ്പൊ എന്നെ ബാധിച്ച മുസീബത്തിന് എന്നെ നീ രക്ഷപ്പെടുത്തണം. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, എന്താണോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ആ അനുഗ്രഹം അതിനേക്കാൾ ഖൈറായതൊന്ന് എനിക്ക് തരണേ എന്ന് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് മുസീബത്ത് ബാധിച്ച സമയത്ത് അള്ളാഹുവിനെ പിരാകാതെ പറഞ്ഞാൽ ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവൻ അതുവരെ കിട്ടിയിരുന്നതിനേക്കാൾ ഖൈറായ ഒന്ന് അള്ളാഹു പകരം കൊടുക്കുന്ന. എന്നിട്ട് ഉമ്മു സലമ പറയണം, അതാ സംഭവം. ഫലമ്മ മാത അബൂ സലമ, ഈ സംഗതി ഞാൻ പഠിച്ചു വെച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്ന് ഞാൻ പഠിച്ചു വെച്ചു. ഫലമ്മ മാത അബൂ സലമ, എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ ചങ്കായ എന്റെ അബൂ സലമ മരിച്ചു. അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, ഇനി ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂ സലമ എന്നെ നോക്കിയതിനേക്കാൾ എനിക്ക് കെയറിങ് തരാൻ, സ്നേഹം തരാൻ ആരാ ഉള്ളത്? ആ സ്വഹാബികളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും നല്ല ആളായിരുന്നു അബൂ സലമ എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫഅഖ്ലഫല്ലാഹു ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ എന്റെ കല്യാണം കഴിക്കണം അള്ളാന്റെ റസൂലാ. പിന്നെ നമ്മുടെ ഉമ്മയായത് അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് വരികയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു.
അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വന്നാൽ അത് പരലോകത്തേക്കുള്ള വമ്പിച്ചൊരു അസറ്റാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ സമയത്ത് തിന്മയിലേക്ക് പോകരുത്. ബുദ്ധിമുട്ട് വരും, പ്രയാസങ്ങൾ വരും, അപ്പോഴല്ലേ നമ്മൾ ഈമാൻ പരീക്ഷിക്കുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരാളെപ്പോഴാണ് പരീക്ഷിക്കുക? ഒരാൾക്ക് കുറേ പൈസ കൊടുത്താണ്ട് ആണോ പരീക്ഷിക്കുക? അയാളെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുമ്പോഴാണോ അദ്ദേഹത്തിന്റെ ക്ഷമ പരീക്ഷിക്കുക? ക്ഷമ പരീക്ഷിക്കലുള്ളത് നഷ്ടപ്പെടുമ്പോഴല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കും. നമുക്ക് നല്ല പദവി കിട്ടിയിട്ടുണ്ടാവും, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം മാനം ഉണ്ടാവും, ചിലപ്പോൾ നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല സൗന്ദര്യം കിട്ടിയിട്ടുണ്ടാവും, പലതും കിട്ടിയിട്ടുണ്ടാവും. അതിങ്ങനെ ഓരോന്നായി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ക്ഷമ അള്ളാഹ് പരീക്ഷിക്കാമെന്ന് മാത്രമേ നമ്മൾ നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. എനിക്കിതൊക്കെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എനിക്ക് പ്രശ്നമല്ല, കാരണം ഇനി ജീവിച്ച് തീർക്കാനുള്ള കുറഞ്ഞ കാലയളവ് മാത്രമേ എനിക്ക് പ്രയാസമുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറയാൻ നമ്മുടെ ഈമാൻ നമുക്ക് സാധിക്കണം. അവസാനമായി നേരത്തെ ഞാൻ ഓതിയൊരു വചനം എൻ്റെ ഖുതുബന്റെ ആറ്റിക്കുറിക്ക് പറഞ്ഞാൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടും പ്രയാസമുള്ള ജീവിതമാണോ നമുക്ക് കിട്ടിയത്, അത് നിങ്ങളെ പരീക്ഷിക്കാൻ. ലിയബ്ലുവക്കും, എന്നെ പരീക്ഷിക്കണമല്ലോ. അയ്യുക്കും അഹ്സനു അമല, ഈ വിഷയത്തോട് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെയാണ് ഇതിനോട് ഇഹ്സാൻ കാണിക്കുക എന്നുള്ളത്. ആ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും തളരരുത്, പതറാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, ഇപ്പൊ നമ്മളോട് ആരെങ്കിലൊക്കെ ഒന്ന് ചീത്തറിഞ്ഞാൽ മതി, പിന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരാളുടെ നാവിൻ തുഞ്ചത്താണോ നമ്മളെ സമാധാനം കൊണ്ടേക്കേണ്ടത്? ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, സദസ്സിൽ അപമാനിച്ചു, അത് അയാളെ സ്വഭാവ ദൂഷ്യമായിട്ട് മാത്രം കാണുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ ടെൻഷൻ അടിക്കണം. എന്തിന്? എന്നെ അപമാനിച്ചു. അപ്പൊ എന്റെ സന്തോഷം സമാധാനം ഞാൻ ഇവിടെ കൊണ്ടയച്ചത് ഓരോരുത്തരുടെ നാവിന്റെ തുഞ്ചത്തോ? അവരാണോ എന്റെ സന്തോഷത്തെയും സമാധാനത്തെയും നിയന്ത്രിക്കേണ്ടത്? അല്ല, ഞാൻ സന്തോഷിക്കണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എനിക്ക് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അതെനിക്ക് വളരാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് പലപ്പോഴും കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകളൊക്കെ സെലിബ്രിറ്റി ആയത് എപ്പോഴാണെന്നറിയോ? അയാൾക്കെതിരെ കേസ് വന്നപ്പോഴാണ്, അയാൾക്കെതിരെ ആളുകളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ്. ആരും അറിയില്ലായിരുന്നു അയാളിപ്പോൾ ഭയങ്കര ഹീറോ ആകാണ്. എന്താ ഹീറോ ആകാൻ കാരണം? അയാൾക്ക് പ്രതിസന്ധികൾ വന്നു. പ്രതിസന്ധി വരുമ്പോഴാണ് ചില ആളുകൾ ഷൈൻ ചെയ്യുക. നക്ഷത്രം അങ്ങനെയാണല്ലോ, നക്ഷത്രം എപ്പോഴും ഉണ്ട് ആകാശത്ത്, പക്ഷെ ഷൈൻ ചെയ്യാൻ കഴിയുന്നില്ല. നക്ഷത്രത്തിന് തിളങ്ങണമെങ്കിൽ ചുറ്റുവാട്ടം കംപ്ലീറ്റ് ഇരുട്ടണം. ഇരുട്ടുണ്ടാകുന്നതിനനുസരിച്ച് നക്ഷത്രത്തിന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെയാണ് നമ്മുടെ കഴിവും നമ്മുടെ ഈമാനും തവക്കുലും സ്വബറും ഒക്കെ പുറത്തേക്ക് വരേണ്ടത്. അതാണ് ഒരു വിശ്വാസിന്റെ. അങ്ങനെ ചെയ്യുമ്പോൾ അജബൽ ലി അംരി മുഅ്മിൻ, ഒരു മുഅ്മിന്റെ ജീവിതം വളരെ അത്ഭുതകരമായിരിക്കും. ആ അത്ഭുതം നിറഞ്ഞ ഒരു ടെൻഷൻ ജീവിതത്തിൽ കയറ്റാതെ, എന്ത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് ഖൈറാണ് എന്ന് വിചാരിക്കാൻ മാത്രം കേൾപ്പുള്ള ഈമാനായി മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ ആഴ്ചയിൽ നമ്മുടെ നാലകത്ത് മൻസൂർ ഖാന്റെയൊക്കെ സഹോദരി മരണപ്പെട്ടു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സ്വസ്ഥമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم يا مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبيكم الأمي وعلى آله وصحبه أجمعين. وقوموا إلى صلاتكم يرحمكم الله.